അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളെ, സദഖയുടെ മഹത്വം ചില ക്ലാസ്സുകളിലായി നാം വിവരിച്ചു. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളും കഴിഞ്ഞ വീഡിയോകളിൽ നാം അത് വ്യക്തമാക്കി. എന്നാൽ വെള്ളിയാഴ്ച സദഖ ചെയ്യുന്നതിൻ്റെ മഹത്വം അത് വലിയ പവറാണ്. സദഖ തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള ഒന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലാകുമ്പോൾ സയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅ, എല്ലാ ദിവസങ്ങളുടെയും നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. മറ്റു 6 ദിവസത്തിനേക്കാൾ വെള്ളിയാഴ്ചക്ക് പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സദഖ ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടും. സാധാരണ റമളാനിലും റമളാനിതര മാസങ്ങളിലും സദഖ ചെയ്താൽ പ്രതിഫലം വ്യത്യസ്തമാണല്ലോ. അതുപോലെ വെള്ളിയാഴ്ച സദഖ ചെയ്യുമ്പോഴും വ്യത്യസ്തമാണ്. അത് ഞാൻ എൻ്റെ വാകയിൽ പറയല്ല, മഹാന്മാരായ ഇമാമിയങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബൂ ശൈബ റളിയല്ലാഹു അൻഹു തൻ്റെ മുസന്നഫ് എഴുതി വെച്ചിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അസ്സദഖത്തു തളാഅഫു യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിലെ സദഖ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ലംഅ എന്ന കിതാബിൽ കാണാൻ കഴിയും. ഇബ്നു ഖയ്യൂം അൽ ജൗസി റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ചയുടെ ഒരുപാട് ശ്രേഷ്ഠതകൾ വിവരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നതായി കാണാൻ കഴിയും. വെള്ളിയാഴ്ചയുടെ സദഖക്ക് മറ്റു ദിവസത്തിലെ സദഖിനേക്കാൾ സ്ഥാനമുണ്ട്. മറ്റു മാസങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ റമളാനിലെ ദാനധർമ്മങ്ങൾക്ക് സ്ഥാനമുണ്ടല്ലോ, അതുപോലെ വെള്ളിയാഴ്ചയിലെ സദഖക്ക് മറ്റു ദിവസത്തിനേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യൂം അൽ ജൗസി റളിയല്ലാഹു അൻഹു പറയാൻ, അന്നൽ സദഖത്തി ഫീഹി മസിയത്തുൻ അലിഹ ഫി സാഇരിൽ അയ്യാം വസ്സദഖത്തു ഫീഹി ബിനിസ്ബതി ഇലാ സാഇരിൽ അയ്യാമിൽ ഉസ്ബൂ കസദഖത്തി ഫി ശഹ്രി റമളാൻ ബിനിസ്ബതി ഇലാ സാഇരി ശുഹൂർ. ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ചയുടെ സദഖയെ പ്രത്യേകം പറയുകയാണ്. വെള്ളിയാഴ്ച എന്നുള്ളത് മഹത്തായ സമയമാണ്. എന്നാൽ വെള്ളിയാഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട സമയമുണ്ട്. ആ സമയത്തിലുള്ള പ്രാർത്ഥന അത് വളരെ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ദുആ ചെയ്താലും അതിന് ഉത്തരവുണ്ടാവും. എന്ന് പറഞ്ഞാൽ ദുആ സ്വീകരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട, സ്വീകരിക്കാൻ വളരെ കാരണമുള്ള, നല്ല ശ്രേഷ്ഠതയുള്ള, സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൊരു സമയം വെള്ളിയാഴ്ച ഉണ്ട്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു പ്രത്യേകമായ സമയം വെള്ളിയാഴ്ച ദിവസമുണ്ട്. ആ സമയത്ത് വലിയ പ്രതിഫലമാണ്. ഒന്ന് വായിക്കാം. നമുക്ക് സാദുൽ മആദ് എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയും. വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. അവിടുന്ന് പറയുന്നു, അവിടുന്ന് പറയാൻ, അസ്സാഅത്തുല്ലത്തി തുദ്കറു യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി ഓർക്കേണ്ട ദിവസമുണ്ട്. മാബൈന സ്വലാത്തുൽ അസ്രി ഇലാ ഉറൂബി ശംസി, എപ്പോഴാ സമയം എന്നറിയോ? അത് അസർ നിസ്കാരത്തിൻ്റെയും മഗ്രിബ് സൂര്യ അസ്തമയത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ്. ഈ സമയമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു സമയമെന്ന് മഹാനായ സാദുൽ മആദ് എന്ന് പറയുന്ന കിതാബിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അവർ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആരോടും സംസാരിക്കാറില്ല. വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ സ്വല്ലൽ അസ്റ ലം യുകല്ലിം അഹദൻ ഹത്താ തഅറുബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അദ്ദേഹം ആരോടും സംസാരിക്കാറില്ല. സാദുൽ മആദ് 1-ാം വാള്യം 382-ാമത്തെ പേജിലാണ് ഇത് പറയുന്നത്. ഈ അസറിന് ശേഷമുള്ള സമയം ഇത് എത്ര സ്ഥാനമുള്ള വെള്ളിയാഴ്ചക്ക്? അതിനൊരു കാര്യം കൊണ്ടുണ്ട്. ഈ ഹദ്ദെടുക്കലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുണ്ടോ? ഹദ്ദെടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷാ നടപടിയുണ്ട്. കൊന്നവരെ കൊല്ലുക, കട്ടെടുത്തവൻ്റെ കൈമുറിക്കുക, സാക്ഷി വിസ്താരങ്ങൾ കൊണ്ടുവന്ന് തെളിയിച്ചതിന് വ്യഭിചാരത്തിൻ്റെ തെളിവുകൾ നടത്തിയാൽ അതിനോട് ശിക്ഷിക്കുക. അങ്ങനെയൊക്കെ ചില ഹദ്ദുകളുണ്ട്. ആ ഹദ്ദുകൾ എടുക്കേണ്ടത് ഇസ്ലാമിക ഭരണമുള്ളിടത്താണ്. ഇസ്ലാമിക ഭരണകൂടമാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഹദ്ദുകൾ എടുക്കാൻ ഏറ്റവും നല്ല സമയം, ഒരു സെലക്ട് ചെയ്യുന്ന സമയം വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്.
ഇത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരാളുടെ സിന സ്ഥിരപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ സിനയിൽ സംശയം വന്നപ്പോൾ, വ്യഭിചാരത്തിൽ സംശയം വന്നപ്പോൾ, വ്യഭിചരിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം വന്നപ്പോൾ നബി തങ്ങളെ ഹദ്ദെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിച്ചത് ഈ സമയത്താണ് എന്ന് നമുക്ക് കിതാബുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും.